ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടാനീസ് വ്ലോഗ്. ഇത് ഞങ്ങളെല്ലാവരും കൂടെ എങ്ങോട്ടാണ് തുള്ളിക്കുലുങ്ങി പോകണേന്നറിയാമോ? ഞങ്ങളുടെ ഏറ്റവും ഇളയ സിസ്റ്ററിൻ്റെ കല്യാണമാണ്. ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും ചെറിയ ആളുടെ, അതായത് എൻ്റെ മമ്മീൻ്റെ വീട്ടിലെയാണ്. മമ്മിയുടെ അനിയത്തിയുടെ മൂന്നാമത്തെ മോളുടെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങൾ മധുരം വെപ്പും കല്യാണവും ഒക്കെ കൂടി ആയിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടി പോകുകയാണ്. ഞങ്ങളപ്പം അവരുടെ വീട് കൂരാച്ചുണ്ട്, കോഴിക്കോട് അടുത്താണ്. ഞങ്ങളൊരു ട്രാവലറൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങളുടെ ഫാമിലി മൊത്തമായിട്ടാണ് കേട്ടോ പോയത്. ഇതിപ്പോൾ ഞങ്ങൾ മമ്മിയുടെ വീട്ടിൽ വന്ന് അവിടെ എല്ലാവരും കൂടെ ഒത്തുകൂടി ഓരോ വീട്ടിലും പോയിട്ട് എല്ലാവരെയും കൂടെ കണക്ട് ചെയ്താണ് പോകുന്നത് കേട്ടോ. എല്ലാവരെയും പിക്ക് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് പിക്ക് ചെയ്തിരിക്കുന്നത്. ഇത് കുഞ്ഞേട്ടായാണ്, ഇത് ബിജു ചേട്ടായാണ്. എൻ്റെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ലെനീഷാണ്, ഞങ്ങളുടെ അനിയനാണ്. ഇതാരാണ്? ഇതൊക്കെ അമ്മച്ചിമാരാണ്, മമ്മിയുടെ ചേച്ചിമാരാണ് കേട്ടോ ഇതൊക്കെ. ഇതെൻ്റെ പ്രിയതമനാണ്, എൻ്റെ കണവനാണ്. മൈ ഹബ്ബി ആൻഡ് മൈ ഹബ്ബീസ് ബ്രദർ. ഓക്കെ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ എന്താ പറയുക, ഒത്തൊരുമിച്ച് ഞങ്ങളുടെ ഒരു വലിയ ബിഗ് ഫാമിലിയാണ് കേട്ടോ. ഇതെൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് സിജി. എന്തൊക്കെയാ ഇനി അടുത്ത മെയിൻ ആളെ കാണിച്ചു തരാവേ. എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഇതാണ് ഞങ്ങളുടെ മുത്തശ്ശി അമ്മച്ചി, അതായത് എൻ്റെ അമ്മമ്മ, മൈ ഗ്രാൻഡ് മദർ. ഷീസ് 96 years old. അപ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കണ്ട, ഫോട്ടോ എടുത്ത് എല്ലാവരും കണ്ണ് വെച്ച് എനിക്ക് കൈയും കാലും മേലും വേദനയാണെന്നൊക്കെയാണ് അമ്മച്ചി പറയണത്. അതുകൊണ്ട് ഞങ്ങൾ അമ്മച്ചി കാണാൻ അങ്ങനെ എടുക്കാറില്ല. ഇത് മമ്മിയുടെ ഏറ്റവും മൂത്ത ചേച്ചി, ഞങ്ങളുടെ വല്യമ്മച്ചി സുന്ദരിക്കുട്ടി. ഇത് അപ്പുറത്ത് നിൽക്കണയാണ് എൻ്റെ മമ്മി. ഓക്കെ, ഇതെൻ്റെ എന്താ പറയുക, എല്ലാവരും ഉണ്ട്. ഇത് ഞങ്ങൾ പോണ വഴിയാണ്. സി ഹൗ ബ്യൂട്ടിഫുൾ. ഞങ്ങളുടെ വയനാട് എന്ത് രസമാണെന്ന് നോക്കിയാൽ. ഞങ്ങൾ അവിടെ പോയി ഡാൻസ് കളിച്ചാണ് ആ ക്ലിപ്പ്. അത് ഞങ്ങളുടെ കപ്പ ബിരിയാണി, അതാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണത്തിന് മെയിന്. കപ്പയൊക്കെ വെട്ടി എന്താ പറയുക, തമാശയൊക്കെ പറഞ്ഞ് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, അതാണ് ഞങ്ങളുടെ കുടുംബം. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയി സന്തോഷമായിട്ട് ചെയ്യുന്ന കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ എൽസിയാൻ്റെ കുട്ടി. ഞങ്ങളുടെ കുടുംബത്തിലൊരു എന്താ പറയുക, ഒരു വൈബാള്. ഇത് പെണ്ണിൻ്റെ അമ്മ. അയ്യോ, പെണ്ണിൻ്റെ അമ്മ സ്റ്റക്കായോ? പെണ്ണിൻ്റെ എൽസി കുഞ്ഞമ്മയാണത്. എന്തോ വന്ന് ഞങ്ങളോട് പറയുമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ, എൻ്റെ ചേച്ചിമാരുണ്ട്. ഒന്ന് എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. എനിക്ക് 2 ബ്രദേഴ്സാണ്. അതിലൊരു ബ്രദറിൻ്റെ വൈഫാണ്, ഒന്ന് ജോമിഷ, ഒരാൾ സിജി. എൻ്റെ ബ്രദേഴ്സിൻ്റെ പേര് എൽദോസ് ഏലിയാസ്. അപ്പോൾ ഞാൻ ഇത് ആ സൈഡ് നിൽക്കുന്നതാണ് എൽസി ആൻറ്റി. ഇത് ബിനു ചേച്ചി, ഷിംന ചേച്ചി, എല്ലാവരെയും പറയുന്നുണ്ട്, എല്ലാവരുടെ പേരും പറയുന്നുണ്ടേ. ഓക്കെ, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇതാണ്. ഇത് ലിസ് ചേച്ചി, എൻ്റെ ഇടയിൽ കൂടെ പച്ചക്കപ്പ കഴിക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ ലെനീഷ്. ഇവൻ അവിടെ കുറേ കൊക്കോക്കായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഇവനോട് ഞാൻ പറഞ്ഞു എനിക്ക് കൊക്കോ പറിച്ച് തരണമെന്ന്. അങ്ങനെ അവൻ അവിടെ തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് കൊക്കോ പറിച്ച് തരികയാണ്. കൊക്കോ കള്ളൻ. കാണുന്നില്ലല്ലോ ആളെ, എവിടെ പോയി? ഞാൻ സൂം ചെയ്തതാണ്, പക്ഷെ ആളെ എവിടെയോ പോയി ഉള്ളിൽ. അവിടെ നിന്ന് വരുന്നു കൊക്കയും പറിച്ചുകൊണ്ട്. ഇത് ആക്ച്വലി കുഞ്ഞുമ്മൻ്റെ വീട്ടിലല്ല കേട്ടോ, നെക്സ്റ്റ് തോട്ടത്തിലെ കൊക്കോയാണ്. ഞങ്ങൾ പോയിട്ട് അങ്ങ് പറിച്ചു. അത് ആരുടെ തോട്ടമാണ്? അവരുടെ നെയ്ബറിൻ്റെ തോട്ടമാണ്. ഞങ്ങൾ കട്ടെടുത്തുകൊണ്ട് പറിച്ചുകൊണ്ട് വന്നു. അവിടെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല. ഞങ്ങൾ കണ്ട ആവേശത്തിൽ, ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിങ്ങനെ കൊക്കോ പറിച്ച് പൊട്ടിച്ച് തിന്നുമായിരുന്നേ. മമ്മിയുടെ വീട്ടിൽ കൊക്കോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഇത്ര ഭയങ്കര കോസ്റ്റ്ലി ആയ ഒരു സാധനമാണ്. അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് അതിന് കുറേ വഴക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്കും അവിടെ മമ്മീൻ്റെ ആങ്ങളയ്ക്ക് 3 പെൺകുട്ടികളാണ്. ബിനി, അനി, സനി. അപ്പോൾ ഞങ്ങൾ ബിനിമോളും അനിമോളും സനിമോളും ഞങ്ങൾ ഭയങ്കര കൂട്ടാണേ. എന്നിട്ട് ഞാൻ ഇവരെ പോയിട്ട് ഇങ്ങനെ എന്തുവാ പറയാം, എല്ലാ ചീത്ത സ്വഭാവവും പഠിപ്പിക്കും. എന്നിട്ട് ഇവരെൻ്റെ കൂടെ എല്ലാത്തിനും കൂടും. പക്ഷേ അപ്പച്ചൻ്റെ അടി മൊത്തം എനിക്കാണേ കിട്ടുക. അങ്ങനെ കൊക്കോയൊക്കെ പറിച്ച് തിന്നിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പം സനിമോൾ ദുബായിലാണ്. അവൾ എനിക്ക് മെസ്സേജ് അയച്ചു, കൊക്കോ പറിച്ച് തിന്ന് ഞാൻ ഓർമ്മയൊക്കെ വരുക ചേച്ചിന്ന്. അങ്ങനെ ഇത് മധുരം വെപ്പ് ഫംഗ്ഷനാണേ. ഇത് അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. മധുരം വെപ്പ് എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് മധുരം ഉള്ളതായിരിക്കണം വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ അനിയത്തിക്കുട്ടി, ഏറ്റവും ചെറിയ അനിയത്തിക്കുട്ടി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇളയ കുട്ടി, ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും ഇളയ കുട്ടി. അപ്പോൾ അവളുടെ മധുരം വെപ്പും
ചടങ്ങിനാണ് ഞങ്ങൾ കൂരാച്ചുണ്ട് പോയത്. സിൻഡ എന്നാണ് അവളുടെ പേര്. അതാണ് സിൻ്റെ മോളുടെ മധുരം വെപ്പ്. ഇത് കുഞ്ഞുമ്മ. എന്തൊക്കെയോ പറഞ്ഞ് തമാശ. അപ്പം കുഞ്ഞുമ്മ 3 പ്രാവശ്യം മധുരം വെക്കട്ടെ എന്ന് ചോദിക്കും. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയാണ്. അപ്പോൾ മധുരം വെക്കട്ടെ എന്ന് 2 പ്രാവശ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും ഇല്ല, കേട്ടില്ല ഉറക്കെ ചോദിക്കുമെന്ന് പറയും. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പം കൊടുത്തോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞപ്പം സിൻ്റെ മോൾക്ക് മധുരം കൊടുക്കുകയാണിത്. പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് പിന്നെ പോയിട്ട് ഇങ്ങനെ മധുരം കൊടുക്കണം. ഇത് കുഞ്ഞുഞ്ഞാച്ചൻ സിൻ്റെ മോളുടെ പപ്പയാണ്. പപ്പയും മമ്മിയും മധുരം കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ മെയിൻ ആൾ. ഇതാണ് അത് അമ്മച്ചി. അവിടുത്തെ അമ്മച്ചിക്ക് നല്ല പ്രായമുണ്ട് കേട്ടോ. ഈ അമ്മച്ചിയുടെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. എനിക്കോ വായിൽ വെച്ച് കൊടുക്കുവാണ്. പാവൊരമ്മച്ചിയാണ് കേട്ടോ അത്. പിന്നെന്താ പാവം സിൻഡ ഇന്ന് അവൾക്ക് ആക്ച്വലി പഴമാണേ കൊടുക്കുക. പക്ഷേ സിൻ്റെ കുട്ടിക്ക് പഴം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പൊമഗ്രനേറ്റാണ് വെച്ചിരിക്കുന്നത്. അവ ഓരോന്ന് എടുത്ത് കൊടുത്താൽ മതിയല്ലോ. എല്ലാവരും വരുമ്പോഴും കുറേശ്ശെ ഇങ്ങനെ വായിലിട്ട് കൊടുക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഏലിയാസ് പോയിട്ട് ഒരു കേക്കും കൂടെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. സിൻ്റെ കുട്ടി ഒരു കേക്കും കൂടെ കട്ട് ചെയ്യണം മധുരം വെപ്പിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് സിൻ്റെ കുട്ടി കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ പപ്പയ്ക്കും മമ്മിക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അവരുടെ ഫാമിലിയാണല്ലോ ഇമ്പോർട്ടൻ്റ്. അങ്ങനെയാണ് മെയിനായിട്ട് അങ്ങനെയാണല്ലോ. ഇത് ഞങ്ങളിങ്ങനെ ഭയങ്കര ലാവിഷ്, എന്താ പറയുക, പോഷ് കല്യാണമൊന്നുമല്ല കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ളൊരു മധുരം വെപ്പ്. ഞങ്ങളെല്ലാവരും കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളൊരു മധുരം വെപ്പ് ഫംഗ്ഷൻ. അതാണ് കേട്ടോ ഇത്. അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, യൂഷ്വലി മധുരം വെപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഞങ്ങളുടെ ചില ഫാമിലിയിലൊക്കെ ഗാനമേള അത് അങ്ങനെയൊക്കെ നടത്തും കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇതൊരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ. സിൻ്റെ കുട്ടിക്ക് അങ്ങനെ ഭയങ്കര എക്സ്ട്രാ വാഗൻറ്റ് അങ്ങനെയൊന്നും ഇഷ്ടമില്ല അവൾക്കൊരു സിമ്പിളായിട്ട് നടത്തിയാൽ മതി എന്ന് അവൾ ആദ്യം മുതലേ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പക്ഷേ ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിന് ഒരു സിമ്പിളായിട്ടുള്ളൊരു മധുരം വെപ്പ്. അവൾക്ക് അങ്ങനെ എക്സ്ട്രാ ലാവിഷ് അങ്ങനെയൊന്നും ഇഷ്ടമില്ല. സിൻ്റെ കുട്ടിയുടെ മൂത്ത ചേച്ചിയാണ് ആൻസി. ഇതൊക്കെ ഞങ്ങളുടെ അമ്മച്ചിയെ ജോമിഷിയൊക്കെ നിൽപ്പുണ്ട്. അത് മറ്റേതാണ് ഉണ്ണിമോൾ. അത് സിൻ്റെ കുട്ടിയുടെ 2ാമത്തെ അനിയത്തിയാണ്. ഇത് പിന്നെ അവിടെ പ്രെയർ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ പ്രെയർ ചൊല്ലി, മധുരം വെപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രെയർ ചൊല്ലി. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ എൻ്റെ കുട്ടിക്ക് ടെൻഷൻ ഉണ്ടോ എന്തോ, കല്യാണത്തിൻ്റെ ടെൻഷനാണോ എന്തോ, അങ്ങനെ എല്ലാവരോടും മിണ്ടുന്നൊന്നും ഇല്ലായിരുന്നു. അതാ ടെൻഷൻ ഉണ്ടാവുമായിരിക്കുമല്ലോ എല്ലാവരുടെ ലൈഫിലും. കല്യാണമാണ് അങ്ങനെ മധുരം വെപ്പും കഴിഞ്ഞു, പ്രെയറും കഴിഞ്ഞു. പിന്നെയാണ് ഞങ്ങളുണ്ടാക്കിയൊരു ചെറിയൊരിത് സിൻ്റെ മോളുടെ മധുരം വെപ്പ്. അപ്പോൾ അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കൊച്ചിനോട്. ഇതാണ് ആൻസിയുടെ മോനാണത്. ഇനി എല്ലാവരും കൂടെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ മധുരം വെച്ച് പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു കേട്ടോ. കണ്ടോ, ഇതാണ് എല്ലാവരുടെയും ഒരു ഫോട്ടോ എടുപ്പ്. ഇത് മമ്മീൻ്റെ ആങ്ങളെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ എൽസി ആൻറ്റി ഒരു വൈബാണ് കേട്ടോ എല്ലാവരുടെ കൂടെ. ആൻറ്റിക്ക് അങ്ങനെ ഞാൻ വലിയ അമ്മച്ചിയാ, ഞാൻ വലിയ മമ്മി അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ കൂടെ ഞങ്ങളും തള്ള വൈബൊക്കെ ആയി. എന്നാലും കുട്ടിക്കളി മാറാത്ത ആളാണ് എൽസി ആൻറ്റി. ഇത് ഷിംന ചേച്ചി, ബിച്ചേട്ട, അതിൻ്റെയൊക്കെ ഫാമിലി. ഇത് ഞങ്ങളുടെ ഫാമിലി. എൻ്റെ ഫാമിലി പറയുമ്പോൾ എൻ്റെ 2 പിള്ളേർ വന്നില്ല കേട്ടോ. അവരെവിടെയോ ഓടി കളിക്കാൻ പോയിക്കുമായിരുന്നു. അപ്പോൾ ഞാനും ഇച്ചാനും കൂടെ മാത്രം കൊടുത്തു, മധുരം കൊടുത്തു. ഇങ്ങനെ പിന്നെ അടുത്ത ഫോട്ടോ ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ തൃക്കേപ്പത്തമ്മച്ചി. എൻ്റെ മമ്മിയുടെ ഒരു ചേച്ചിയാണ്. ഇതെൻ്റെ മമ്മി. എല്ലാവരും കൂടെ ആണ് അവിടെ മധുരം വെപ്പ്. ഓക്കെ, ഇത് മേരി അമ്മച്ചി. ഇത് ജിബിയുടെ മോളാണ്. ജിബിയുടെ ഇളയ കുട്ടി. ജിബി ഇവിടെ ഇല്ല. ഇതാണ് സിൻ്റെ കുട്ടിയുടെ 2ാമത്തെ ചേച്ചി, ഉണ്ണിമോള് അഞ്ജു. ഇത് വലിയ ചാച്ചനാണ് ഞങ്ങളുടെ. ഇതാണ് എൻ്റെ എൽദോസും ജോമേഷിയും ബേസിക്കുട്ടനും. ഇതാണ് എൻ്റെ ബ്രദർ. 2 ബ്രദേഴ്സ് ഉണ്ട്. ഇവർ ട്വിൻസാണ്. അതിലൊരു ബ്രദറാണത്. അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് വല്യമ്മച്ചിയും കുടിവെള്ള കളിയും. ഇതല്ല കുട്ടിപ്പട്ടാളത്തിൻ്റെ കളിയാണ്. ചെറിയ ക്ലിപ്പായിട്ട് ഞാൻ എടുത്തതാണ്.
അവരവിടെയുള്ള ബാക്കിയുള്ള ബലൂണൊക്കെ പൊട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ഓക്കേ, എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. ഭയങ്കര അടിച്ച് പൊളിച്ചു എല്ലാവരും കൂടെ. പക്ഷെ ഒരേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതാ ഫുഡ് കഴിക്കുവാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു അന്ന്. ആകെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ചൂടായിരുന്നു. ഇത് ഞങ്ങൾ എല്ലാം കഴിച്ച് തിരിച്ച് പോയി. ഇത് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ കാറിൽ കല്യാണത്തിന് പോവുകയാണ്. കാറിൽ ഇന്ന് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഇങ്ങനെ നെക്സ്റ്റ് ഡേ വയനാട്ടിലേക്ക്, അതായത് കോഴിക്കോട് കൂരാച്ചുണ്ടെന്ന് സിൻ്റെ കുട്ടീനെ ഞങ്ങൾ വയനാട്ടിലോട്ട് കെട്ടിച്ചുകൊണ്ട്. ഇത് അനിമോളാണ്. അനിമോള് വിനിമോളൊന്നും അയ്യോ വീഡിയോ എടുക്കല്ലേ. ഇത് ഞങ്ങളുടെ അനിമോളുടെ ഹസ്ബൻഡാണ്, ഞങ്ങളുടെ മെയിൻ വില്ലൻ അല്ല, ചക്കരക്കുട്ടനാണ്. പിന്നെ ഇതാണ് ഹാൾ കേട്ടോ. ഹാളിലെല്ലാവരും പോയി വീഡിയോ ഒക്കെ എടുത്ത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഒന്ന് ഫോട്ടോ അന്നേരം എനിക്ക് അങ്ങനെ അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. അവർ കുറേ ഫ്രണ്ട്സൊക്കെ വന്ന്. ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിപ്പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ സാരി ഉടുക്കാൻ അറിയില്ലായിരുന്നു. സാരി കൊടുത്ത് അവിടെ എത്തിയപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഹാളിലാണ് അവരെ കണ്ടത്. അതുകൊണ്ട് എനിക്ക് അവരുടെ കെട്ടിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഉണ്ട്. അതൊക്കെ ആരൊക്കെയാണ് അറിയാത്ത കുറേ പേരുണ്ട്. ഇതൊക്കെ മമ്മിയുടെ ചേച്ചിമാരുമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പെങ്കൊച്ചിനെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൊണ്ടാക്കണമല്ലോ കല്യാണമൊക്കെ കഴിഞ്ഞ്. ആ കൊണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. അതിൽ ബേസിക്കുട്ടൻ ഏതാണ്ട് ഒരു ലാംഗ്വേജിൽ ഒരു പാട്ടൊക്കെ വെച്ച് ബേസിക്കുട്ടനും ചാച്ചനും കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് പോവുകയാണത്. അങ്ങനെ ഞങ്ങൾ സിൻ്റെ കുട്ടിയുടെ ചെക്കൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങളങ്ങനെ സിൻ്റെ കുട്ടീൻ്റെ വീട്ടിലെത്തി. അവർ കേട്ടൊക്കെ കഴിഞ്ഞ് ഹാളിൽ നിന്ന് പിന്നെ അവരുടെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ്, കറിവേപ്പിലയിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ തളിച്ചൊക്കെയാണ് സ്വീകരിക്കുന്നത് കേട്ടോ. പ്രാർത്ഥിച്ച് അങ്ങനെ പെരും മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ മഴയായതുകൊണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, പുറത്തൊന്നും ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടി. എന്നാലും കുഴപ്പമില്ല, നല്ല രസമായിരുന്നു. മഴ എന്ന് പറയുമ്പോൾ ഒരു ഫീലല്ലേ. ആ മഴയത്ത് ഇങ്ങനെ അത് വേറൊരു ഫീല്. പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളൂ, പക്ഷേ അതൊരു വേറെ ഫീലാണ്. ചൂടുമില്ല. അപ്പോൾ എല്ലാവരും കൂടെ മമ്മി കൊച്ചിനെ അവർ രണ്ടുപേരെയും കൂടെ അകത്തോട്ട് കയറ്റുവാണ്. സിൻ്റെ കുട്ടീനെ അകത്തോട്ട് കയറ്റുവാണ്. ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് എടുത്തിട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. കാരണം കെട്ടുപോകുമല്ലോ. പിന്നെ കുറേ അന്ധവിശ്വാസമല്ലേ, നിലവിളക്ക് കെട്ടുപോയാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമല്ലോ. അതുകൊണ്ട് അവരെ അകത്തോട്ട് കയറ്റി മെയിൻ വാതിലിൻ്റെ അവിടെ നിന്നാണ് പിന്നെ നിലവിളക്ക് കൊടുത്തത്. നിങ്ങൾക്ക് തോന്നിയില്ല ഇതൊരു ഭയങ്കര സിമ്പിൾ ഒരു കല്യാണമാണെന്ന്? ഒരു എക്സ്ട്രാ ഇതും ഇല്ല. സിൻ്റെ കുട്ടിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹമൊന്നുമില്ല, ഭയങ്കര ഓവറായിട്ട് ഇങ്ങനെ കാണിക്കണം അങ്ങനെയൊന്നും ഇഷ്ടമില്ല. ഒരു നോർമൽ ഒരു കല്യാണം. അങ്ങനെ ചെക്കൻ്റെ മമ്മി സിൻ്റെ കുട്ടീനെ അകത്തോട്ട് കൊണ്ടുപോയി. പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ അകത്ത് കയറി ഇങ്ങനെ കൊച്ചിനെ അവളവിടെ നിലവിളക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് പിന്നെ അവിടെ എത്തി. ഇതാണ് ഞങ്ങളുടെ സുന്ദരിക്കുട്ടി. സുന്ദരിക്കുട്ടിയായിട്ടുണ്ടല്ലോ അല്ലേ? വിളക്ക് കൊണ്ടുവച്ച് ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുവാണ് എല്ലാവരും. പിന്നെ അവരെ കൊണ്ടുപോയി അവിടെ ഇരുത്തി. പിന്നെ മമ്മി മധുരം വായിൽ വെച്ച് കൊടുത്തു. വരുമ്പോഴേ അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ ചടങ്ങ്. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെക്കനും വീട്ടിൽ വന്ന് അവരുടെ വായിൽ ആദ്യം അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ട് പിന്നെ ഇങ്ങനെ മധുരം വെച്ച് കൊടുക്കും. സോ ദാറ്റ് ദിയർ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് സ്വീറ്റ് ഫോർ എവർ. ഇങ്ങനെ ഭയങ്കര ഓക്വേർഡ് മൊമെൻ്റ് ആയിരിക്കും അല്ലേ? ഇങ്ങനെ എല്ലാവരും ചെക്കനെയും പെണ്ണിനെയും നോക്കിയിരിക്കുന്നു. അവർക്ക് അതിൻ്റെ ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ മുഖത്ത്. എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല. സ്റ്റിൽ ഇതൊക്കെ ഇവർ സഹിച്ചല്ലേ പറ്റുള്ളൂ. ഇത് കല്യാണം കഴിക്കുന്ന എല്ലാ പെണ്ണും ചെക്കനും സഹിച്ചല്ലേ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇനിയാണ് മെയിൻ ചടങ്ങ്. കുഞ്ഞുമ്മ നമ്മുടെ സിൻ്റെക്കുട്ടീനെ പിന്നെ അവരെ കയ്യിലോട്ട് ഏൽപ്പിക്കുകയാണ്. അതിന് മുമ്പ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അമ്മായിയമ്മയ്ക്ക് മരുമകൻ കൊടുക്കണം. അത് കൊടുത്തു. ഇനി അമ്മായിയമ്മ മരുമകനൊരു ഗിഫ്റ്റ് ഇടും. അങ്ങനെ മോതിരോ മാലയോ എന്തുകൊണ്ടോ ഇടുന്നുണ്ട്. മാലയാണല്ലേ, മാല ഇട്ടു. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി കുഞ്ഞുമ്മ
സീനക്കുട്ടീനെ കയ്യിലേൽപ്പിച്ച് കൊടുക്കുക. കണ്ടോ, കുഞ്ഞുമ്മ ഭയങ്കര ഇമോഷണലാണ്. എന്നാലും കുഞ്ഞുമ്മ എങ്ങനെ കരയാണ്ട്, കുഞ്ഞുമ്മയ്ക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു, എങ്ങനെയൊക്കെയോ പിടിച്ചു വെച്ചു. അതാണ്. പിന്നെ പപ്പേനെ ഒന്ന് ഹഗ് ചെയ്തു വരുമോൻ. പിന്നെ ഒരു പ്രെയറും കൂടെ, എല്ലാം നല്ലതായിട്ട് ഭാവിക്കാൻ വേണ്ടിയിട്ടൊരു പ്രെയറും കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഏൽപ്പിച്ച്, ഞങ്ങളുടെ കുഞ്ഞ് സന്തതിനെയും ഏൽപ്പിച്ച്, ഏറ്റവും ഇളയ സന്താനത്തിനെയും ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോകണം. ആ കണ്ട ബ്ലൂ ഇട്ടതാണ് ഞങ്ങളുടെ പൊന്നൂട്ടി, ഞങ്ങളുടെ കുടുംബത്തിലെ ഡോക്ടർ കുട്ടിയാണ്. വേറൊരു ഡോക്ടർ കുട്ടിയും കൂടി ഉണ്ട്, ബീന ചേച്ചീൻ്റെ മോന്. ബീന ചേച്ചി വന്നില്ല, എന്തോ പറ്റി വരാൻ പറ്റിയില്ല അവർക്ക്, അതുകൊണ്ട് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ പിന്നെ എന്തൊക്കെയോ പറയുവാണ് ഇവർ, ചേച്ചി അനിയത്തിമാരും കൂടെ അമ്മയും കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു. കൊച്ചിനെ അവിടെ ഏൽപ്പിച്ചു, അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇത് അവരുടെ ഫാമിലിയാണ് കേട്ടോ. ചേച്ചി അനിയത്തിമാരും മമ്മിയും ചേച്ചിമാരുടെ മക്കളും ഒക്കെ കൂടി ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി ഞങ്ങളുടെ സിൻഡമേമ്മ വേറെ വീട്ടിലായല്ലോ, ഇല്ലെങ്കിൽ ഇവർ വെക്കേഷന് ചെല്ലുമ്പോൾ സിൻഡമേമ്മ അവിടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ മാരേജ് കഴിഞ്ഞു. ഹാപ്പി മാരീഡ് ലൈഫ് ഡിയേഴ്സ്. ഹലോ, ഇതാട്ടോ ഞങ്ങൾ എല്ലാ ഫാമിലിയും ട്രാവലറിൽ പോയി പറഞ്ഞത്. ഇത് ഞങ്ങൾ ചുമ്മാ എന്തൊക്കെയോ റീലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുവാണേ, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അത് എല്ലാവരോടും ഞാൻ പറഞ്ഞു എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാണിക്കണം. അപ്പോൾ അവരെല്ലാവരും കൂടെ എന്തൊക്കെയൊക്കെയോ കാണിക്കുവാണ്. പിന്നെ ഫുള്ള് ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ടൂർ പോകുമ്പോൾ ട്രാവലർ എങ്ങനെയാണ്, അതാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.